മകരം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത്. മകരം രാശിക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഏഴരശനുള്ളൊരു സമയമാണ്. എങ്കിലും ഇപ്പോൾ ഈ വ്യാഴം നിങ്ങൾക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുക. കാരണം ഈ സംക്രമണം മൂലം നിങ്ങൾക്ക് ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കപ്പെടാം. പിതൃദോഷവും സൃഷ്ടിക്കപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഇതിനകം പിതൃദോഷം ഉണ്ടെങ്കിൽ ഈ സംക്രമണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളതും കൂടി പറയുന്നു. എങ്കിലും ഇവിടെ നമുക്ക് പറയാം, നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല സമാധാനവും അതേപോലെ തന്നെ അവർ മൂലം നിങ്ങൾക്ക് സന്തോഷങ്ങളും കണ്ടെത്താൻ പറ്റും. സന്താനങ്ങൾ മൂലം നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും. ഈ സമയം തന്നെ സാമ്പത്തിക സ്ഥിതി ക്രമേണ മെച്ചപ്പെടുന്നൊരു സമയമാണ് എന്നുള്ളതും കൂടി എടുത്ത് പറയാം. നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ സംക്രമണം പ്രണയകാര്യങ്ങളിൽ അനുകൂലമായിരിക്കില്ല. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠനവും അനുബന്ധമായുള്ള മേഖലയുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നേക്കാം. പഠനം കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് അനുബന്ധമായ ജോലികളെല്ലാം ലഭിക്കാം. ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തിക്കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നു. ഈ സംക്രമണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജോലിയിൽ ചില മാറ്റങ്ങളുണ്ടാവും. അതേപോലെ തന്നെ വിദേശത്തേക്ക് നമുക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. ഇപ്പോൾ ജോലിയിലുള്ളവർ തന്നെ വിദേശത്തേക്ക് ശ്രമിക്കുന്നവർക്കും വളരെ നല്ല ഗുണമാണ്. അധ്യാപക മേഖലയിലുള്ളവർക്ക് കുറച്ച് സമയം മോശമാണ്. അവരുടെ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടതായ ഒരു സമയം കൂടിയാണ് എന്നെടുത്ത് പറയാം. വീട് പണി തുടങ്ങുവാനും അനുകൂലമായൊരു സമയം തന്നെ എന്ന് പറയുന്നു. കാർഷിക മേഖലയുള്ളവർക്ക് അത്ര ഗുണകരമല്ലാത്തൊരു സമയമാണ് എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് പറയാം. ദാമ്പത്യ കലഹങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ പറയാം. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഒന്നും ശാപവാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ് എന്നാണ് പറയുക. കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദോഷത്തിൻ്റെ കാഠിന്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതും കൂടി എടുത്ത് പറയാം. പക്ഷെ നിങ്ങളുടെ കോപങ്ങളെ, മനസ്സിനെ, ശരീരത്തിനെ ഇതെല്ലാം നിങ്ങൾ കൺട്രോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദുരിത ദോഷങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാം. ശത്രുക്കളുടെ ഉപദ്രവം കുറയുന്നൊരു സമയമാണ്. മറ്റുള്ളവരുമായിട്ട് നമുക്ക് സ്നേഹങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് സ്നേഹങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയും. പിണങ്ങി നിൽക്കുന്നതായ ദമ്പതികൾക്കും വളരെ അനുകൂലമായൊരു സമയമാണ് എന്ന് പറയുന്നു. പോലീസ് കേസ്, കോടതി സംബന്ധമായ കേസുകളിലെല്ലാം പരാജയങ്ങൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെയുള്ള ആളുകളിൽ നിന്നും ചതി, വഞ്ചനകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ളതായ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുക. ദേഹപരമായിട്ടും വളരെ അനുകൂലമാണ്. അതേപോലെ തന്നെ ആയുസ്ഥാനം വളരെ നന്നായി കാണുന്ന ഒരു സമയം തന്നെ എന്ന് പറയുന്നു. പൊതുവെ നമുക്ക് നല്ലൊരു അനുകൂലമായ ഒരു കാലഘട്ടം തന്നെ നമുക്കെന്ന് പറയാം. പേരും പ്രശസ്തിയും അതേപോലെ തന്നെ ആരോഗ്യം, ശ്രേയസ്സും, കീർത്തിയും, സുഖമൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ്. വ്യാഴൻ 5-ലല്ല നിൽക്കുന്നത്. പ്രജ്ഞ, മേധാ, പ്രതിഭ, വിവേകശക്തി എന്നാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തി കൂട്ടിക്കൊടുക്കുക. അതേപോലെ തന്നെ ഓർമ്മശക്തിയും അതേപോലെ തന്നെ നമുക്ക് ബുദ്ധി പ്രാവീണ്യം ഉണ്ടാവുക. കണക്ക് സംബന്ധമായ സബ്ജക്റ്റിൽ നല്ല മാർക്കുകളെല്ലാം എടുക്കാൻ പറ്റുക. അങ്ങനെയൊക്കെയുള്ളതായ വളരെ അനുകൂലമായൊരു സമയം തന്നെ എന്ന് പറയുക. മറ്റുള്ളവർ നമ്മൾ മൂലം നമ്മുടെ പേരും അതോടെ പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കും എന്നാണ് പറയുക. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് അത്ര ഗുണകരമല്ല ഈ ഒരു കാലഘട്ടം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ നന്നായിട്ടുണ്ട്. വിവാഹപരമായിട്ടും അതേപോലെ തന്നെ സന്താനപരമായിട്ടും ജോലി സംബന്ധപരമായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഗുണമുള്ള ഒരു കാലഘട്ടം തന്നെ എന്ന് നമുക്കെടുത്ത് പറയാം. ഇതിൽ മാറ്റങ്ങൾ വരാം. കാരണം നിങ്ങളുടെ ജാതകത്തിനനുസരിച്ച് ചിലപ്പോൾ ദോഷങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് ഇതിലെടുത്ത് പറയേണ്ടതായ മറ്റൊരു കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ ഇതിൽ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദോഷങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ട് തന്നെ ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ വ്യാഴത്തിൻ്റെ ബീജമന്ത്രങ്ങൾ കൊണ്ട് 108 തവണ ജപിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ മന്ത്രമായ ഓം നമോ ഭഗവതി നാരായണായ, ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം 108 ജപിക്കുന്നതും ദോഷകാഠിന്യത്തെ കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ കുലദൈവത്തെ നിത്യവും തൊഴുകുക. അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുക. അത് ചെയ്താലും അതേപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രാർത്ഥനയോ വഴിപാടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനകളും കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹ സാഫല്യം നിറവേറിയ വഴിപാടുകൾ കൊടുക്കുക. വഴിപാടുകളൊന്നും മുടക്കാൻ പാടില്ല എന്നാണ് പറയുക. അങ്ങനെ ചെയ്താൽ മതി, ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് പറയുക. പക്ഷേ ഇതിൽ ഈ വ്യാഴം ശനീശ്വരന് മുന്നിട്ട് നിങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും ഗുണം ചെയ്യുന്നതായിരിക്കും. നന്ദി.